വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് നിങ്ങൾ നയൻതാര ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ധനുഷ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ളതെന്ന് അല്ലെങ്കിൽ ഫാൻസ് ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ. നമുക്കറിയാം ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് നയൻതാരയും ധനുഷുമാണ്. അവരുടെ ഇഷ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ധനുഷ് പറഞ്ഞു 10 കോടി രൂപ നൽകിയാൽ മാത്രമേ ആ ഒരു കോപ്പിറൈറ്റ് മാറത്തുള്ളൂ എന്ന്. എന്തായാലും അദ്ദേഹം വേറൊരു മറുപടിയുമായിട്ട് വന്നിട്ടില്ല. നയൻതാര പലതും പറഞ്ഞു, പലതും നയൻതാര നോട്ടീസിലൂടെയാണെങ്കിലും അല്ലാതെയും പറയുന്നുണ്ട്. ബട്ട് ഇതുവരെ അതിനുള്ള മറുപടിയായിട്ട് ധനുഷ് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ, ഒറ്റൊരു മറുപടിയേ ഉള്ളൂ: 10 കോടി രൂപ നൽകുകയാണെങ്കിൽ അതിൻ്റെ കോപ്പിറൈറ്റ് അങ്ങ് മാറ്റിത്തരാം. എന്തായാലും ഈ ഒരു 10 കോടി രൂപയൊന്നും എന്തായാലും നയൻതാര നൽകാൻ പോകുന്നില്ല. എന്തായാലും ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ സപ്പോർട്ട് ഇപ്പോൾ നയൻതാരയ്ക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാൻസിൻ്റെ ഇടയിൽ ധനുഷിനാണ്, എങ്കിൽ പോലും ആക്ടേഴ്സിൻ്റെയും ആക്ട്രസിൻ്റെയൊക്കെ ഇടയിൽ നയൻതാരയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുകയാണ്. മലയാളം ആക്ട്രസ് എല്ലാവരും തന്നെ നയൻതാരയ്ക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അവരുടെ ഒരു നോട്ടീസ് ഇട്ടുകൊണ്ടുള്ളൊരു സപ്പോർട്ടാണ്. ഇപ്പോൾ പ്രയാഗ മാർട്ടിനാണെങ്കിലും പാർവതി തിരുവോത്താണെങ്കിലും അങ്ങനെ പല ആക്ട്രസും നയൻതാരയ്ക്കാണ് സപ്പോർട്ട് എടുക്കുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു. എന്തായാലും അത് മാറിക്കിട്ടി. ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.